മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കുള്ള ടൗൺഷിപ്പിന്റെ അന്തിമ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കാൻ സാധ്യത. നേരത്തെ പുറത്തിറക്കിയ കരട് പട്ടികയിലെ അപാകതകൾ പരിഹരിച്ചാണ് അന്തിമ പട്ടിക തയ്യാറാക്കിയത്. ആദ്യഘട്ട പുനരധിവാസത്തിനുള്ള ദുരന്തബാധിതരുടെ പട്ടികയാണിത്. ആദ്യം പുറത്തിറക്കിയ പട്ടികയിൽ 388 കുടുംബങ്ങളെയാണ് ഉൾപ്പെടുത്തിയിരുന്നത്. വിവരങ്ങളുമായി രതീഷ് വാസുദേവനാണ് ചേരുന്നത് വയനാട്ടിൽ നിന്നും. രതീഷ്, പട്ടിക പുറത്തിറക്കുമ്പോൾ ആദ്യം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സൂചിപ്പിച്ചിരുന്നു. അതെല്ലാം ഇല്ലാതെ ഒരു പരാതിരഹിത പട്ടിക പുറത്തിറക്കാൻ തന്നെയല്ലേ നടപടികൾ? സ്വാതി, തീർച്ചയായും അത്തരത്തിലൊരു ഇടപെടൽ തന്നെയാണ് ജില്ലാ ഭരണകൂടം ശ്രമിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യം 388 പേരുടെ അന്തിമ പട്ടിക, കരട് പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ വലിയ ആക്ഷേപം ഉണ്ടായിരുന്നു. 80ഓളം ആളുകളുടെ പേരുകൾ ഇരട്ടിപ്പ് വന്നു എന്നുള്ള വലിയ വ്യാപകമായ വിമർശനം ഉണ്ടായിരുന്നു. തുടർന്ന് ഇത് പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചു. പഞ്ചായത്ത് അംഗങ്ങൾ, പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ ഉൾപ്പെടെ വളരെ സമഗ്രമായി ജനകീയമായി ഈ പേരുകൾ പിന്നീട് പരിശോധിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോഴുള്ള ഈ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഈ പട്ടിക അപാകതകൾ ഏതാണ്ട് പൂർണ്ണമായി പരിഹരിച്ചതാണെന്നാണ് സംസ്ഥാന സർക്കാരും പ്രാദേശിക ഭരണസമിതികളൊക്കെ തന്നെ അവകാശപ്പെടുന്നത്. ഇത്തരം ഒരു വ്യാപകമായ വിമർശനം പുതിയ പട്ടികയിൽ ഉണ്ടാവില്ല എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ന് അന്തിമ പട്ടികയുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. ആദ്യഘട്ടത്തിൽ പൂർണ്ണമായി വീട് നഷ്ടപ്പെട്ടവർക്ക്, കുടുംബം നഷ്ടപ്പെട്ടവർക്കുമാണ് വീട് നൽകുന്നത്. എൽസിൻ എസ്റ്റേറ്റിലും അതുപോലെ തന്നെ HMLന്റെ എസ്റ്റേറ്റിലുമാണ്, 2 എസ്റ്റേറ്റിൽ ഹാരിസൺ HMLന്റെ എസ്റ്റേറ്റിലുമാണ് ഈ പുനരധിവാസം ആദ്യഘട്ടത്തിൽ നടപ്പാക്കുക. രണ്ടാം ഘട്ടമായി ഈ വീട് നഷ്ടപ്പെട്ടവർക്കുള്ള ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. തുടർ പ്രവർത്തനങ്ങളും വളരെ വേഗത്തിൽ നടക്കുമെന്നാണ് അറിയുന്നത്. എന്തായാലും ആദ്യഘട്ടം എന്ന നിലയിൽ തന്നെ വളരെ ആകാംക്ഷയോടെയും ശ്രദ്ധയോടെയുമാണ് ഈ പുതിയ ലിസ്റ്റ് ആളുകൾ കാത്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് തന്നെ ആ ലിസ്റ്റിലെ അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ദുരന്തബാധിതരായ കുടുംബങ്ങൾ. അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ശരി രതീഷ്.